പാലക്കാട് കാടാങ്കോട് ദേവീക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ജനുവരി 9 മുതൽ 3 ദിവസങ്ങളിലായി നടക്കും. ക്ഷേത്രം തന്ത്രി ഏറാഞ്ചേരി മന പ്രസാദ നമ്പൂതിരിയുടെയും മേൽശാന്തി അയ്യരുടെയും കാർമ്മികത്വത്തിലാണ് പരിപാടികൾ നടക്കുകയെന്ന് സെക്രട്ടറി പി ഗോപാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മൾ എല്ലാ ദിവസവും 3 ദിവസമാണ് നമ്മുടെ പ്രോഗ്രാം ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ആ 3 ദിവസവും തന്നെ നമുക്ക് അന്നദാനമുണ്ട്. 3 ദിവസത്തെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്. ആ സ്റ്റേജ് പ്രോഗ്രാമിന് 9-ാം തീയതി കലാമണ്ഡലം ചാന്ദിനി ഷാജുവാണ് ഭദ്രദീപം കൊളുത്തി അത് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അപ്പോൾ നല്ലൊരു പരിപാടി ഇതിലേക്ക് വേണ്ടി നമുക്ക് മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങളെപ്പോലുള്ളവർ നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇനിയും അതൊരു സപ്പോർട്ട് നിങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ 3 ദിവസത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി 9-ാം തീയതി വെള്ളിയാഴ്ച കാലത്തൊരു നാമസങ്കീർത്തനമുണ്ട്. ഭജൻ ശ്രീ ശങ്കര ആനിക്കോട് മറ്റ് അഞ്ചുമൂർത്തി മംഗലത്തിലുള്ളവരാണ് നടത്തുന്നത്. പിന്നെ വൈകുന്നേരം താര കല്ലേപ്പുള്ളിയിലെ താര സോപാന സംഗീതം നടത്തുന്നുണ്ട്. പിന്നെ വൈകുന്നേരം നൃത്തനൃത്യങ്ങൾ, അത് മധുരം നാട്യകലാക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. പിന്നെ വൈകുന്നേരം 8:30-ക്ക് സമീപത്തുള്ള പ്രദേശവാസികളുടെ നൃത്തനൃത്യങ്ങളുണ്ട്. പിന്നെ പിറ്റേ ദിവസം 10-ാം തീയതി ദേവീ മഹാത്മ്യ പാരായണവും പ്രഭാഷണവും ഉണ്ട്. അതിൽ ആചാര്യൻ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതിയാണ് അത് അവതരിപ്പിക്കുന്നത്. പിന്നെ വൈകുന്നേരം 7 മണിക്ക് ഫ്ലവേഴ്സ് TV ഫെയിമിലെ മ്യൂസിക്കൽ വൈഫ് വിന്നറിൽ പങ്കെടുത്ത് വിന്നറായ സുധി എസ് ബാബു നയിക്കുന്ന മെഗാ ഗാനമേളയുണ്ട്. ജനുവരി 9-ന് രാവിലെ നാമസങ്കീർത്തനത്തോടെ കലാപരിപാടികൾക്ക് തുടക്കം കുറിക്കും. വൈകിട്ട് സോപാന സംഗീതവും തുടർന്ന് രാത്രി നൃത്തനൃത്യങ്ങളും നടക്കും. 10-ന് രാവിലെ ദേവി മാഹാത്മ്യം പാരായണവും പ്രഭാഷണവും വൈകിട്ട് മെഗാ ഗാനമേളയും ഉണ്ടായിരിക്കും. 11-ന് വൈകിട്ട് എഴുന്നള്ളത്ത് നടക്കും. മണപ്പുള്ളിക്കാവ് ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പ് ക്ഷേത്രാങ്കണത്തിൽ സമാപിക്കും. 3 ദിവസങ്ങളിലും പ്രസാദഊട്ടുണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് വി മോഹൻ, ചെയർമാൻ എം വിനോദ്, കൺവീനർ എം അപ്പുക്കുട്ടൻ എന്നിവരും പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.